നമസ്തേ, ഞാൻ ശിവൻ, പാല ബ്രില്യൻ സ്റ്റഡി സെന്ററിൽ നിന്നും. നീറ്റ് 2025 ഓൾ ഇന്ത്യ റാങ്ക് അനുസരിച്ച് രാജ്യത്തെ ESI മെഡിക്കൽ കോളേജുകളിലെ IP വാർഡ് പ്രവേശനത്തിൻ്റെ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. esic.nic.in എന്ന വെബ്സൈറ്റ് വഴിയാണ് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഇന്ത്യയിലാകമാനം 11 ESI മെഡിക്കൽ കോളേജുകളാണ് ഉള്ളത്. കേരളത്തിൽ കൊല്ലത്തും, തമിഴ്നാട്ടിൽ കോയമ്പത്തൂർ, ചെന്നൈ, അതുപോലെ തന്നെ കർണാടകയിൽ ബാംഗ്ലൂർ, ഗുൽബർഗ, അങ്ങനെ മൊത്തം 11 ESI മെഡിക്കൽ കോളേജുകളാണ് നിലവിലുള്ളത്. അവിടെ 466 MBBS സീറ്റുകളാണ് 24,000 രൂപ വാർഷിക ഫീസിൽ ESI IP വാർഡുകൾക്കായി ലഭ്യമാകുന്നത്. അതോടൊപ്പം ഗുൽബർഗ മെഡിക്കൽ കോളേജിലെ BDS സീറ്റുകളും ബാംഗ്ലൂർ മെഡിക്കൽ കോളേജിലെ ഉൾപ്പെടെയുള്ള BSc നഴ്സിംഗ് സീറ്റുകളും എല്ലാ പ്രവേശനവും നീറ്റ് 2025 ഓൾ ഇന്ത്യ റാങ്ക് അനുസരിച്ച്. ESI മെഡിക്കൽ കോളേജുകളിലെ MBBS പ്രവേശനം എങ്ങനെ? ESI മെഡിക്കൽ കോളേജുകളിൽ 100 സീറ്റുകളാണ് ഉള്ളതെന്നിരിക്കട്ടെ, ആ ESI മെഡിക്കൽ കോളേജ് ഏത് സംസ്ഥാനത്താണോ സ്ഥിതി ചെയ്യുന്നത് ആ സ്റ്റേറ്റിലുള്ള കുട്ടികൾക്കാണ് 50% സീറ്റുകൾ. സ്റ്റേറ്റ് കോട്ട വഴി കിട്ടുന്ന ഈ 50% പ്രവേശനത്തിന് ESI IP വാർഡാകണമെന്ന് നിർബന്ധമില്ല. സ്റ്റേറ്റ് മെഡിക്കൽ റാങ്ക് അനുസരിച്ച് അവിടെ പ്രവേശനം ലഭിക്കും. അതായത് കൊല്ലം ESI മെഡിക്കൽ കോളേജിൽ 50% സീറ്റുകൾ കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് അനുസരിച്ച് എല്ലാവർക്കും പ്രവേശനം കിട്ടും. ESI IP വാർഡാകണമെന്ന് നിർബന്ധമില്ല. അതുപോലെ തന്നെ ഒരു മെഡിക്കൽ കോളേജിലെ ബാക്കിയുള്ള 50% സീറ്റിൽ 15% സീറ്റുകൾ നീറ്റ് 2025 ഓൾ ഇന്ത്യ റാങ്ക് അനുസരിച്ച് എല്ലാവർക്കും ഓപ്ഷൻ കൊടുക്കാൻ അർഹതയുണ്ടായിരിക്കും. അവിടെയും ESI IP വാർഡാകണമെന്ന് നിർബന്ധമില്ല. ഉദാഹരണത്തിന് കൊല്ലം, കോയമ്പത്തൂർ, ഗുൽബർഗ, ഹൈദരാബാദ്, അതുപോലെ തന്നെ ചെന്നൈ മെഡിക്കൽ കോളേജുകളിലെ എല്ലാം 11 മെഡിക്കൽ കോളേജിലെയും 15% സീറ്റുകൾ നീറ്റ് 2025 ഓൾ ഇന്ത്യ റാങ്ക് അനുസരിച്ച് mcc.nic.in എന്ന വെബ്സൈറ്റ് വഴി എല്ലാവർക്കും ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. പിന്നെ ബാക്കിയുള്ളത് 35 സീറ്റുകളാണ്. 35% സീറ്റുകൾ 11 മെഡിക്കൽ കോളേജുകളിലായി 466 സീറ്റുകൾ. അതാണ് ESI IP വാർഡുകൾക്ക് മാത്രമായി മാറ്റിവെച്ചിരിക്കുന്നത്. mcc.nic.in എന്ന വെബ്സൈറ്റ് വഴി ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിൽ 4 റൗണ്ട് ഓൺലൈൻ കൗൺസിലിംഗ് വഴിയാണ് ഈ 11 മെഡിക്കൽ കോളേജിലെയും ESI IP സീറ്റുകൾക്ക് ഓപ്ഷൻ വഴി അലോട്ട്മെൻറ്റ് നടത്തുന്നത്. എന്താണ് ESI IP വാർഡ്? ഒരു കുട്ടിയുടെ അച്ഛനോ അമ്മയോ പ്രൈവറ്റ് മേഖലയിലെ ജോലിക്കാരാവുകയും ആരെങ്കിലും ഒരാൾ മാത്രം ജോലിക്കാരാവുകയും അവർക്ക് ESI അംഗത്വം ഉണ്ടായിരിക്കുകയും ചെയ്യണം. 2024 സെപ്റ്റംബറിനുള്ളിലെങ്കിലും ESI മെമ്പർ ആവുകയും കൃത്യമായ വിഹിതങ്ങൾ അടച്ച് ഇപ്പോഴും മെമ്പർ ആയിരിക്കുന്ന രക്ഷകർത്താക്കൾ ആരെങ്കിലും ഒരാൾ മെമ്പർ ആണെങ്കിൽ അവരുടെ മക്കൾക്കാണ് ഈ പ്രയോജനം ലഭിക്കുക. അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരാൾ ESI മെമ്പർ ആയിരിക്കണം. രണ്ടാമത്തെ ആൾ ഗവൺമെൻറ് ജോലി അല്ലെ ജോലിയില്ല, വരുമാനം, ഇതൊന്നും ബാധകമല്ല. 2024 സെപ്റ്റംബർ 30 മുമ്പ് ESI അംഗത്വമുള്ള ഏതൊരു വ്യക്തിയുടെയും മകനോ മകൾക്കോ ESI IP വാർഡ് ബെനിഫിറ്റ് ലഭിക്കും. ESI IP വാർഡ് ഉപയോഗിച്ച് നീറ്റ് 2025 ഓൾ ഇന്ത്യ റാങ്ക് അനുസരിച്ച് 11 മെഡിക്കൽ കോളേജുകളിലും 24,000 രൂപ മാത്രമായിരിക്കും വാർഷിക ഫീസ്. 4.5 വർഷത്തെ MBBS പഠനവും 1 വർഷത്തെ ഹൗസ് സർജൻസിയും കഴിഞ്ഞ് 1 വർഷം വളരെ ഉയർന്ന ശമ്പളത്തോടു കൂടി ജോലി ചെയ്യണമെന്ന ബോണ്ട് വ്യവസ്ഥയും നിലവിലുണ്ട്. നമ്മൾ അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് esic.nic.in അല്ലെങ്കിൽ esic.gov.in അഡ്മിഷൻ എന്ന ലിങ്ക് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതിൽ ESI IP വാർഡായിട്ടുള്ളവർ മാത്രമാണ് ഇപ്പോൾ അപ്ലൈ ചെയ്യേണ്ടത്. ESIയിൽ അംഗത്വമില്ലാതെ ESI മെഡിക്കൽ കോളേജിൽ വഴി സ്റ്റേറ്റ് മെഡിക്കലിനോ ഓൾ ഇന്ത്യ കോട്ട വഴിയോ പ്രവേശനത്തിന് ഈ വെബ്സൈറ്റ് വഴി അപേക്ഷിക്കേണ്ടതില്ല. ESI IP വാർഡുകൾക്കും സ്റ്റേറ്റ് കോട്ട വഴിയുള്ള സീറ്റിനും ഓൾ ഇന്ത്യ സീറ്റിനും ഇതോടൊപ്പം തന്നെ അർഹതയുണ്ടാവും. നമ്മളിപ്പോൾ അപ്ലൈ ചെയ്ത് IP സർട്ടിഫിക്കറ്റ് നേടിക്കഴിഞ്ഞാൽ നമുക്ക് MCCയുടെ വെബ്സൈറ്റ് വഴി ഈ MBBS, BDS, BSc നഴ്സിംഗിന് അധിക യോഗ്യതയാണ് ഉണ്ടാവുന്നത്. ESI മെഡിക്കൽ കോളേജുകൾ: ESI മെഡിക്കൽ കോളേജ് ഫരീദാബാദ് 43 സീറ്റ്, ESI മെഡിക്കൽ കോളേജ് കൊൽക്കത്ത 65 സീറ്റുകൾ, ESI മെഡിക്കൽ കോളേജ് ചെന്നൈ 30 സീറ്റ്, ESI മെഡിക്കൽ കോളേജ് ബംഗളൂരു 68 സീറ്റ്, ESI മെഡിക്കൽ കോളേജ് ഗുൽബർഗ 68 സീറ്റ്, ESI മെഡിക്കൽ കോളേജ് ഹൈദരാബാദ് 43 സീറ്റ്, ESI മെഡിക്കൽ കോളേജ് രാജസ്ഥാൻ 20 സീറ്റ്, ESI മെഡിക്കൽ കോളേജ് പാറ്റ്ന 35 സീറ്റ്, ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോയമ്പത്തൂർ 20 സീറ്റുകൾ,
ശ്രീ ലാൽ ബഹദൂർ ശാസ്ത്രി മെഡിക്കൽ കോളേജ് 36 സീറ്റുകൾ, അതോടൊപ്പം തന്നെ മാൻഡി, അതോടൊപ്പം തന്നെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കൊല്ലം ESI മെഡിക്കൽ കോളേജ് 38 സീറ്റുകൾ. അങ്ങനെ മൊത്തം 466 സീറ്റുകളാണ് 24,000 രൂപ വാർഷിക ഫീസിൽ ESI IP വാർഡുകൾക്ക് മാത്രമായി ലഭിക്കുന്നത്. BDSന് ഗുൽബർഗ ദന്തൽ കോളേജിൽ 28 സീറ്റുകളും BSc നഴ്സിംഗിന് ബംഗളൂരു മെഡിക്കൽ കോളേജിലും ഗുൽബർഗ മെഡിക്കൽ കോളേജിലും മൊത്തം 30 സീറ്റുകളുമാണ് നീറ്റ് 2025 ഓൾ ഇന്ത്യ റാങ്ക് വഴി ലഭ്യമാകുന്നത്. അപേക്ഷിക്കേണ്ട വിധം ESI IP സർട്ടിഫിക്കറ്റ് ESIയുടെ സൈറ്റിൽ നിന്നും എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ ചെയ്യേണ്ടത്. അതിനായിട്ട് വാർഡ് ഓഫ് IP സർട്ടിഫിക്കറ്റ് 2025-2026 ESI കോർപ്പറേഷൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഓൺലൈൻ ആപ്ലിക്കേഷൻ ഈ ESIC.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. ലോഗിൻ ചെയ്യുമ്പോൾ നമ്മളുടെ IP നമ്പറും ഫോൺ നമ്പറും ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. നമുക്ക് OTP കിട്ടും. ആ OTP അനുസരിച്ച് നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ കാൻഡിഡേറ്റ്, നീറ്റ് എഴുതിയ കാൻഡിഡേറ്റും അദ്ദേഹത്തിൻ്റെ അച്ഛനോ അമ്മയോ ആരാണോ ESI മെമ്പർ അദ്ദേഹത്തിൻ്റെയും ഇവരുടെ രണ്ടുപേരുടെയും ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യണം. അതോടൊപ്പം തന്നെ കാൻഡിഡേറ്റിൻ്റെ 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്യണം. അതോടൊപ്പം നീറ്റ് 2025 അഡ്മിറ്റ് കാർഡ് അപ്ലോഡ് ചെയ്യണം. പെൺകുട്ടിയാണെങ്കിൽ 2 അഫിഡേവിറ്റുകൾ, ഒന്ന് പെൺകുട്ടിയും മറ്റൊന്ന് പെൺകുട്ടിയുടെ ESI IP വാർഡ് ആരാണോ അച്ഛനാണോ അമ്മയാണോ അവരും 2 അനക്ഷർ 4ഉം 5ഉം അനക്ഷർ 100 രൂപ മുദ്രപത്രത്തിൽ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത്രയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് IP സർട്ടിഫിക്കറ്റ് ഇതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. IP സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭ്യമായാൽ ഓട്ടോമാറ്റിക്കായിട്ട് MCCയുടെ സൈറ്റിൽ MBBSനും BDSനും BSc നഴ്സിംഗിനും അധിക യോഗ്യത ലഭ്യമാകും. ഈ ഓൺലൈൻ ആപ്ലിക്കേഷനായിട്ട് നമ്മൾ ആരും ESIയുടെ ഓഫീസിൽ നേരിട്ട് ചെല്ലുകയോ സർട്ടിഫിക്കറ്റുകൾ വെരിഫൈ ചെയ്യുകയോ ചെയ്യേണ്ടതായിട്ടില്ല. ഓൺലൈനായിട്ട് അപേക്ഷിക്കാനുള്ള സമയം മെയ് 18-ാം തീയതി വരെയും IP സർട്ടിഫിക്കറ്റ് ലഭിക്കാനുള്ള സമയം മെയ് 21-നകം IP സർട്ടിഫിക്കറ്റ് ലഭ്യമാകും. 24,000 രൂപയാണ് വാർഷിക ഫീസ്. കോളേജ് സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് 5,000 rupees. ESI IP വാർഡാകാനുള്ള യോഗ്യത 2024 സെപ്റ്റംബറിന് മുമ്പെങ്കിലും ESI അംഗത്വം എടുത്തിരിക്കണം. അതുപോലെ തന്നെ പ്രായപരിധിയും ഇതിന് ബാധകമാണ്. നീറ്റിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആയിട്ടുള്ള 7/3/2025 21 വയസ്സിൽ കൂടുതൽ പ്രായമുണ്ടാകാനും പാടില്ല. 100 രൂപ മുദ്രപത്രത്തിൽ നോട്ടറൈസ് ആണ് ചെയ്യേണ്ടത്. 4ാമത്തെ നോട്ടറി പെൺകുട്ടിയാണെങ്കിൽ ESI IP വാർഡ് കാൻഡിഡേറ്റ് പെൺകുട്ടിയാണെങ്കിൽ അനക്ഷർ 4 100 രൂപ മുദ്രപത്രത്തിൽ നോട്ടറൈസ് ചെയ്യണം. ഡിപ്പെൻഡൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ കുട്ടിയാണ്. അനക്ഷർ 5 എന്ന് പറയുന്നത് പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ IP വാർഡ് ഒന്നെങ്കിൽ അച്ഛനായിരിക്കാം അല്ലെങ്കിൽ അമ്മയായിരിക്കാം, ആരാണോ IP അദ്ദേഹമാണ് 100 രൂപ മുദ്രപത്രത്തിൽ നോട്ടറൈസ് ചെയ്യേണ്ടത്. നോട്ടറി വക്കീലിനെ കൊണ്ട് സൈൻ ചെയ്തിട്ട് ഇതും കൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നീറ്റ് 2025 ഓൾ ഇന്ത്യ റാങ്ക് അനുസരിച്ച് ഏറ്റവും അധികം സാധ്യതകളുള്ളതും ഏറ്റവും നല്ല സംവിധാനങ്ങളുള്ള മെഡിക്കൽ കോളേജുകളാണ് ESI മെഡിക്കൽ കോളേജുകൾ. ഏറ്റവും ഫീസ് കുറഞ്ഞുകൊണ്ട് പഠിക്കാൻ സാധിക്കുകയും പഠന കാലയളവിന് ശേഷം വളരെ ഉയർന്ന ശമ്പളത്തോടു കൂടി തന്നെ 1 വർഷം ജോലി ചെയ്യാനും സാധിക്കുന്ന സ്കീമാണ് ESI IP വാർഡ് അനുസരിച്ചുള്ള MBBS സീറ്റുകൾ. നീറ്റ് 2025 ഓൾ ഇന്ത്യ റാങ്ക് അനുസരിച്ചാണ് പ്രവേശന നടപടികൾ. ESICയുടെ വെബ്സൈറ്റ് വഴി അർഹതയുള്ളവർ രജിസ്റ്റർ ചെയ്യുകയും 18-ാം തീയതിക്കുള്ളിൽ രജിസ്റ്റർ ചെയ്യുകയും 21-നുള്ളിൽ IP സർട്ടിഫിക്കറ്റുകൾ ഡൗൺലോഡ് ചെയ്യുകയും ചെയ്യുക. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. Brilliant Study Center, India's #1 coaching center for NEET and JEE.